അതെ, ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി ഫേസുമാണ് നിങ്ങൾക്ക് അറിയാവുന്ന അദ്ദേഹം എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന അഭിനേതാവായിട്ടല്ല, ഒരു സംവിധായകൻ, ഒരു പുതുമുഖ സംവിധായകൻ, വരുന്നൊരു വലിയ എമണ്ടൻ പടമായിട്ട് ആൾ വന്നിരിക്കുന്നത്. പടത്തിൻ്റെ പേര് എന്താണ്? സംവിധായകനാണ് എൻ്റെ കൂടെ. താങ്ക് യു വെരി മച്ച്. നമ്മളെവിടെയാണ് ബോസ്റ്റോണിലാണ് ഇരിക്കുന്നത്. ഈ വർഷം മുന്നേ വന്നിട്ടുണ്ടോ? വെരി ഇൻട്രസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടെക്നോറും അഫ്കോഴ്സ് സിനിമയിൽ നേരത്തെ പറഞ്ഞത് ബാലതാരമായിട്ടാണ് സിനിമ അരങ്ങേറ്റം കുറിച്ചത്, അല്ലെങ്കിൽ സീരിയലാണ്. സീരിയലാണ് ആദ്യം ചെയ്യുന്നത് കുമിളകൾ എന്ന് പറഞ്ഞ മനോജ് കെ ജയൻ. അതിനകത്ത് നല്ല റോളാണ് ചെയ്തത്. അതെ നമ്മൾ 4 പേരായിരുന്നു. മനോജ് ചേട്ടനും ഞാനും 4 പേരുടെ ഒരു ഗ്രാമത്തിലുള്ള ഒരു കഥയാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. താങ്കൾ സിനിമ വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് നേരെ ഫാദറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത് ശരിയാണോ? അതെ, എനിക്ക് നല്ല തിരക്കായിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു, ഞാൻ സ്കൂളിലുള്ള സമയത്ത്. അപ്പോൾ ഷൂട്ടിംഗ് സെറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. സ്കൂളിനേക്കാൾ ഇഷ്ടം ഷൂട്ടിംഗ് സെറ്റ്. സ്കൂളിൽ കഴിയുമ്പോൾ നേരെ പഠിത്തത്തിലൊക്കെ മോശമായിരുന്നു. തിരുവനന്തപുരത്ത് ജനിച്ചത് അഫാസ്. ഓക്കെ, സിനിമകൾക്ക് താല്പര്യം കൊച്ചുകാരൻ ജനിച്ചു അല്ലെ, സീരിയലിലൊക്കെ അഭിനയിച്ചു, അഭിനയിച്ചു. അത് കഴിഞ്ഞ് പഠിത്തം ഞാൻ നേരത്തെ ചോദിച്ചു, അത് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലാത്ത വ്യക്തി കഷ്ടിച്ച് 10ാം ക്ലാസ് ഒക്കെ പാസ്സായി. ഗ്രാജുവേഷൻ എന്ന സബ്ജക്ട് എടുത്തത്? ഗ്രാജുവേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ പ്രൊഡക്ഷൻ നമ്മുടെ ഇൻഡസ്ട്രി. ഞാൻ ഫാഷനെ കുറിച്ച് അന്വേഷിച്ച ഫസ്റ്റ് ബാച്ച് അല്ലേ, അവിടെ എന്തൊക്കെയാ പഠിച്ചത്? മാസ് കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, വീഡിയോ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. സോ ബേസിക്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിൽ ഒരു എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ യു ഗോട്ട് ടു കുറച്ച് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. 1 മാസത്തെ പ്രിന്റ് ഇന്റേൺഷിപ്പും 1 മാസത്തെ ടെലിവിഷൻ. അപ്പോൾ ടെലിവിഷൻ ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തത് കൈലി ടിവിയിലായിരുന്നു. അപ്പോൾ 1 മന്ത് ഇന്റേൺഷിപ്പ് ആയിരുന്നെങ്കിലും ഐ കണ്ടിന്യൂഡ് ഫോർ 9 months. മഹേഷ് പഞ്ചു സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. കലാലയ വർണ്ണങ്ങൾ, കൺഫ്യൂഷൻ, അങ്ങനെ ഒത്തിരി ഷോസ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഇറ്റ്സ് കോൾഡ് അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ ചാനൽ. അപ്പോൾ മഹേഷ് പഞ്ചു സാറ് ഡയറക്ട് ചെയ്യുന്ന ഷോസ് എല്ലാം ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ he was also very big hearted man. He gave me a lot of opportunity to work on field. സാധാരണ ഇന്റേൺഷിപ്പിൽ സംഭവിക്കാൻ പോയി വെറുതെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വരിക, 1 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇവിടെ he let me continue for 9 months. So I got a lot of experience there. കുറേ പഠിക്കാൻ പറ്റി, കുറേ എക്സ്പോഷർ കിട്ടി. അതിനുശേഷം ആ ഒരു സമയം ഈ കോൾ സെന്റേഴ്സിൽ ഭയങ്കര ബൂം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ബോംബെയിൽ പോയി ജോലി കിട്ടി, ഭയങ്കര നല്ല സാലറി ഒക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, അല്ല ബാംഗ്ലൂരിൽ പോയി അവിടെ കുറേ നാൾ ജോലി ചെയ്തു. പക്ഷെ മൈ ഡ്രീം വാസ് ടു ബി പാർട്ട് ഓഫ് ദ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമ. അങ്ങനെ ഞാൻ ഒരു ദിവസം ദ ഡിഫിക്കൽട്ട് പാർട്ട് വാസ് ടു സേ നോ ടു ദ റെഗുലർ ഇൻകം ദാറ്റ്സ് കമ്മിങ്. എല്ലാ മാസവും ഒത്തിരി ക്യാഷ് കിട്ടുന്നത്. ബാംഗ്ലൂർ ലൈഫ് അടിപൊളിയാണ്. അതും കോൾ സെന്റർ ലൈഫ് ആകുമ്പോൾ വർക്ക് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, നമ്മൾ ലോഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. About to say no to that salary every month and go struggle in Bombay was a difficult decision to take. It took time, but I took that decision. Why Bombay? Because I want to be part of mainstream Indian cinema. അതൊരു ഭയങ്കര ബോംബെ എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ അക്സെപ്റ്റിംഗ് വളരെ പാടാണ്. അതല്ലേ കറക്റ്റ്? ഞങ്ങളുടെ നോളജ് വി ഹാവ്. പുതുതായിട്ടൊരു ഇപ്പം ആഡ് ഫിലിംസിലാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇപ്പോൾ എല്ലാവരും തമിഴ് സംസാരിക്കുന്ന സൗത്ത് ഇന്ത്യൻ അത് അല്ലാണ്ട് ഒരു ആക്ടറിന് അവിടെ ഇല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആക്ടർ അവിടെ പോയി ചെയ്യുന്നത്, ഒരു പുതുമുഖം അവിടെ പോയിട്ട് അതിന്റെ സ്ട്രഗിൾസിനെ കുറിച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ബോംബെയിൽ പോകാൻ വേറൊരു റീസൺ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഫാദറിന്റെ പേര് അറിയാവുന്ന ആളായത് കൊണ്ടും ഡാഡിയുടെ ഫ്രണ്ട്സോ അങ്ങനെ എനിക്ക് ജോലി കിട്ടാൻ ചിലപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കാം. പക്ഷെ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബർഡൻ ഹിം വിത്ത് ദാറ്റ് റെഫർ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഫാദർ. അങ്ങനെ ചെയ്തിട്ട് പോയി വർക്ക് ചെയ്യാനുള്ളൊരു ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡാഡിയുടെ പേരുള്ളത് കൊണ്ട് മാത്രം എനിക്ക് വർക്ക് കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദി റീസൺസ് വൈ ഐ വെന്റ് ദേർ. ബോംബെയിൽ ലൈക്ക് യു സെഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു സർക്കിളുണ്ട്, അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഓൾറെഡി ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ അവിടെ ബോംബെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഐ ഹാഡ് നോ വർക്ക്.
സോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഐ കുഡ് ടെൽ ഹോം ദറ്റ് കാശില്ല, വീട്ടിൽ നിന്ന് കാശ് അയക്കാൻ പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ബിക്കോസ് ദേ വിൽ സേ കം ബാക്ക് ദെൻ. അപ്പം ഞാൻ അവിടെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു മാസം ഒരു കോൾ സെന്റർ ജോയിൻ ചെയ്യും. 1.5 മാസം ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് സമയത്ത് സാലറി കിട്ടും. അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ ആഡ് ഫിലിമോ എന്തെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ എനിക്ക് ലീവ് കിട്ടില്ലല്ലോ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഐ ക്വിറ്റ് ദ ജോബ്, ഐ ഗോ വർക്ക് ദേ. അത് കഴിഞ്ഞ് ആ കാശ് തീരാനാകുമ്പോൾ ഐ ജോയിൻ ഇൻ കോൾ സെന്റർ. It was strategy. It was actually tough time ആയിരുന്നു. But when I think back at the period, last struggling period, there was no moment where I felt sad or dull or low about this. I was very happy that I'm living this life because I was very confident that there will be one day I'll be able to tell this to you. You know, there was for example, cyber cafe le poyirunna 2009 പോയിരുന്നിട്ട് ഇവിടെ ബോംബെയിലുള്ള ഓരോ ഏരിയയുടെയും പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ അഡ്രസ്സ് എഴുതിയെടുക്കും. എന്നിട്ട് ആ ഏരിയയിലൂടെ ഒരു ബസ് വിളിച്ച് അവിടെ ഇറങ്ങി ഓരോ പ്രൊഡക്ഷൻ ഹൗസിൽ പോയി CV കൊണ്ടുവന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കലായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ വൺ ടൈം വാട്ട് ഹാപ്പൻഡ് വാസ്, ഞാൻ ഖാർ റോഡിൽ വിധു വിനോദ് ചോപ്രയുടെ ഓഫീസിൽ പോയി. അപ്പോൾ പുള്ളി അവിടെ ഇല്ല, കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. CV കൊടുത്തിട്ട് വന്നു. രാജ്കുമാർ ഹിരാനി സാറിൻ്റെ ഓഫീസിൽ പോയി, പുള്ളി അവിടെ ഇല്ല. ഇവരെല്ലാവരും പറയുന്നത് ഇവരെല്ലാം ബാംഗ്ലൂരിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആമിർ ഖാൻ്റെ ഓഫീസിൽ പോയി. ആമിർ ഖാൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ കാണാനൊന്നും പറ്റില്ല. I came to know that all these people are in Bangalore. So I was wondering what are they doing in Bangalore? So Bangalore പോയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അവിടെ ട്രെയിൻ വിളിച്ച് ബാംഗ്ലൂർ പോയി. Then I realized there was a shooting going on for a film called 3 Idiots. Okay. അവിടെ ബാംഗ്ലൂർ കലങ്കേട്ട റോഡിൽ. സോ ഞാൻ അവിടെ പോയിട്ട് ആക്സസ് കിട്ടാൻ വേണ്ടി ഒരു ദിവസം പോയപ്പോൾ അവർ രാവിലെ ജൂനിയർ ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് ആൾ പേര് വിളിച്ചിട്ട് അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ എങ്ങനെയും അകത്തോട്ട് കയറണം. അപ്പോൾ ഞാനും ക്യൂവിൽ പോയി നിന്നു. രാവിലെ 7 മണിക്കാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ പേരിങ്ങനെ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് ടിക്കറ്റ് കയറുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു പേരെന്താണ്. ഞാൻ ചുമ്മാ അജയ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു അജയ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് തന്നെ അകത്തോട്ട് സോ ഈ വെൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ദിവസം അത് ക്യൂ. അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ വി നോ വാട്ട് ദ പ്രോസസ് ഇസ്. ബട്ട് ഏത് സൈഡിലോട്ടാണ് സെലക്ഷൻ, ഏത് സൈഡിലോട്ടാണ് സെലക്ഷൻ ഇല്ലാത്തതെന്ന് അറിയില്ല. ബട്ട് ലക്കിലി ഐ ഗോട്ട് സെലക്ടഡ്. എന്നിട്ട് ഞാൻ അകത്ത് പോയി അവിടെ ഒരു കോളേജ് സീനിൽ യു ക്യാൻ സീ മീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആസ് എൻ ജൂനിയർ ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ പോയി രാജ്കുമാർ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ സാറിനെ കാണാൻ വേണ്ടി ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ പോയപ്പോൾ ഇങ്ങനെ അറിഞ്ഞു. ഹി വാസ് വെരി ഇംപ്രസ്. ഹി ഇൻവൈറ്റഡ് മീ ഫോർ ലഞ്ച്. സ്പോക്ക് ടു ഹിം. അപ്പോൾ 3 ഡേയ്സിൻ്റെ ലാസ്റ്റ് ലെഗ് ഓഫ് ഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഡാക്കിൽ ഒരു ചെറിയ ഷെഡ്യൂൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമ കഴിഞ്ഞു, അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ അടുത്ത സിനിമ ഇപ്പോഴൊന്നും ഉണ്ടാകത്തില്ല. ബിക്കോസ് ഹി ഡസ് ഇറ്റ് 1 film in 2-3 years. പക്ഷേ ദാറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. I met him and after a couple of months I went to his office again. I couldn't meet him, but he already had told someone about me. ഇങ്ങനെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. So they gave warm reception. So although nothing materialized, but those are memories that I have created through the struggle. So but like I said, I know that he struggled like until there was some I will make a film, so that hope kept me. Ade you try for something, entire universe comes back. Yeah, you no more call it dream, you call it a plan. അത് എൻ്റെ ടാലന്റിലോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് അല്ലായിരിക്കും. പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ, റൈറ്റ്? അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള നിങ്ങളെ പോലുള്ള ആൾക്കാരെ എൻ്റെ ചാനലിൽ സംസാരിക്കുന്നത്. ഡ്രീം ഉണ്ട്, സ്പെസിഫിക് ഗോൾ, പ്ലാൻ, യു ആർ റൈറ്റ് ഡെസ്റ്റിനി. നിങ്ങളെ പോലുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റും. So I'm very happy about you, Harsha. I just want to ask you, നമ്മൾ ബോംബെ സ്ട്രഗിൾസ് മറക്കാൻ പറ്റാത്ത വേറെ ഇതുവരെ പിന്നെ ലോട്ട് ഓഫ് ഒരുപാട് കഥകളുണ്ട്. വൺ ഓഫ് ഇറ്റ് ഇസ് അവിടെ മാമി ഫിലിം ഫെസ്റ്റിവൽ നടക്കും. അപ്പോൾ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ IFFK ഇപ്പോൾ പോകുന്നതാണ്. അപ്പോൾ മാമി അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത്രയും എനിക്ക് 5,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ I didn't have that kind of money to spend on it. അപ്പോൾ I figured out another way. ബുക്ക് മൈ ഷോ ആയിരുന്നു ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ they need volunteers. They'll pay 400 rupees and you stand ഗേറ്റിൽ നിന്നിട്ട് പാസ് ചെക്ക് ചെയ്യലും അഷർ ചെയ്ത ആൾക്കാരെ എടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. So I signed up for that. So I got an opportunity to be there at Mami Festival. അങ്ങനെ വിചാരിച്ച പോലെ സിനിമകൾ കാണാനൊന്നും അകത്തോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും I was there. So അങ്ങനെ ആ ഒരു സമയത്ത് സോ I had പൂജ ഭട്ട് മാമിൻ്റെ നമ്പർ എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു.
ഇല്ല, ഞാൻ ആക്ച്വലി ഇതിന് ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോറർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വിക്രം ഭട്ടിന്റെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ടോർ ബാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഹോറർ സ്റ്റോറി ആയിരുന്നു വിക്രം ഭട്ടിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ആക്ച്വലി ചെറിയൊരു പടമായിരുന്നു. അപ്പോൾ ദേ വർ ലുക്കിംഗ് ഫോർ someone who will come in their budget. They wanted an associate but in that budget. അപ്പോൾ ആക്ച്വലി ഞാൻ അച്ഛൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ സാറിൻ്റെ കൂടെ. സോ ഐ ഹാഡ് എക്സ്പീരിയൻസ് ആസ് എൻ അസോസിയേറ്റ് ഡയറക്ടർ. ഐ വാസ് ലുക്കിംഗ് ഫോർ വർക്ക് ആസ് എൻ അസോസിയേറ്റ് ഡയറക്ടർ ഇറ്റ്സെൽഫ്. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഐ വാസ് ഈവൻ റെഡി ടു സ്റ്റാർട്ട് ആസ് എ ക്ലാബ് ബോയ്. അപ്പോൾ വിക്രം സാറിൻ്റെ അവിടെ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഈ പടത്തിലായിരുന്നില്ല വേറൊരു പടത്തിന് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഭാഗ് ജോണി എന്ന് പറഞ്ഞൊരു പടമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് ക്ലാബ് ബോയ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So I told them clap boy ആണെങ്കിലും അതും ഞാൻ ചെയ്യാൻ റെഡിയാണ്. I just want some work, you know, I've not been working for a very long time. Clap boy ആണെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. But that director said that no, that will be unfair. You have, you know, worked so much. Yeah, you have associated already work ചെയ്ത ഒരാളെ നമുക്ക് അത് ചെയ്യുന്നത് മോശം. Let something else come. എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആഫ്റ്റർ മന്ത് ഈ കോൾ ആൻഡ് സെഡ് ഇങ്ങനെ ഒരു പടം തുടങ്ങുന്നുണ്ട്, ചെറിയ പടമാണ്, ബഡ്ജറ്റ് ചെറുതായിരിക്കും, ബട്ട് അസോസിയേറ്റ് ഡയറക്ടറാണ്. അങ്ങനെ ഞാനത് ജോയിൻ ചെയ്തു. ആ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വിശേഷ് ഫിലിംസിൽ ഭട്ട് സാറിൻ്റെ ഓഫീസിൽ ഈ സിനിമ കാണിക്കുന്ന എന്തോ ആവശ്യത്തിന് അവിടെ പൂജ മാമിനെ കണ്ടു, സംസാരിച്ചു, നമ്പർ കിട്ടി. അപ്പം മാമിന് ഇടയ്ക്ക് മെസ്സേജൊക്കെ ചേർന്ന് വർക്ക് തുടങ്ങുമ്പോൾ വിളിക്കണമായിരുന്നു. അപ്പോൾ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് പോയി കാണും. അപ്പോൾ ഫിഷ് ആൻഡ് നെറ്റ്വർക്ക് എന്ന മാമിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര്. അവർക്ക് ഓഫീസ് പെർമനൻറ്റ് ഓഫീസ് ആയിട്ടില്ല. സിനിമ തുടങ്ങുമ്പോൾ ഓഫീസ് തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മാമിൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പുള്ളിക്കാരുടെ ഫ്ലാറ്റിൽ പോയി. ഒബിയസ്ലി സെക്യൂരിറ്റി വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഞാൻ പോയിട്ട് പറഞ്ഞില്ല എനിക്ക് മാമിനെ കാണണം, അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നടന്നില്ല. അവർ കൊണ്ട് പൊക്കോളം പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ അവിടെ തന്നെയൊക്കെ നിന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ലഞ്ച് ടൈമിൽ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് കൈ കഴുകാൻ പോകുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ ഉള്ളിലൂടെ കയറി ലിഫ്റ്റിൽ മുകളിലൂടെ പോയി. എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഐ റീച്ച് ദ ഫ്ലോ. ഞാൻ പൂജ ഭട്ട് ഞാൻ കോളിംഗ് ബെൽ അടിക്കാം. 2-3 പ്രാവശ്യം അടിച്ചിട്ട് തുറക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇപ്പുറത്തെ ഒരു വേറെ ഡോറുണ്ട്. ആ ഡോറിൽ ചെറിയ ഡോർ ഉണ്ടാവില്ലേ, അത് തുറന്നിട്ട് ആരും ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ ഈ മാമിൻ്റെ ഡോറിലൊന്നും ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്. ഹു ആർ യു എന്ന് ചോദിച്ചു. കം ടു മീറ്റ് പൂജ മാം. ഷീ ഓപ്പൺ ദ ഡോർ. ദാറ്റ് വാസ് പൂജ ഭട്ട്. അത് മാമിൻ്റെ മദറിൻ്റെ ഇതായിരുന്നു. ആൻഡ് ഷീ വാസ് വെരി ആംഗ്രി. ഒബ്വിയസ്ലി ഐ ഡിഡ് ടേക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. ഐ ഡിഡ് go through the security. She was എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ, ഇത് അമ്മയുടെ ഫ്ലാറ്റാണ്, ഞാൻ അമ്മയെ സുഖമില്ലാതെ വിളിക്കാൻ നിങ്ങൾ എന്ത് വിചാരിച്ചു തോന്നിയത്. ഷീ സ്റ്റാർട്ട് ഷൗട്ടിങ്. I said I'm sorry, I'm really sorry, I'm sorry. വേറെ വഴിയൊന്നും കിട്ടില്ല. I tried messaging you, calling you. You don't have an address, ഓഫീസ് അഡ്രസ് ഇല്ല. So I'm really sorry, ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. സോറി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റിലെടുത്ത് ഇറങ്ങി. താഴെ എത്തുമ്പോഴേക്കും മാം താഴെ സെക്യൂരിറ്റിനെ വിളിച്ച് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ എല്ലാ സെക്യൂരിറ്റി 3-4 പേരുണ്ട്. ഇങ്ങനെ ദേഷ്യത്തിൽ നീ എപ്പോഴാണ് കയറി പോയെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ വിളിച്ച് അടി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് മാമി ഫെസ്റ്റിവലിൽ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 4ാമത്തെ ദിവസം ഒരു ദിവസം കൂടെ നാളത്തെ പരിപാടി കൂടെ കഴിയുമ്പോഴാണ് ക്യാഷ് കയ്യിൽ കിട്ടുക. അപ്പോൾ ഫോണൊക്കെ ഒരു സ്ഥലത്ത് നമ്മുടെ വെച്ചിരിക്കുക. അപ്പോൾ ബാക്കി എൻ്റെ കൊലീഗ്സ് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് ആരും വിളിച്ച് പൂജ ഭട്ട് ഫോൺ ആരാ കിസ്കാ ഫോണേ എന്നോട് ചോദിച്ചു. നോക്കുമ്പോൾ പൂജ ഭട്ട് എൻ്റെ പൂജ ഭട്ട് എന്ന് പറഞ്ഞ് കോൾ വരുന്നു. ഞാൻ ഫോൺ ദാറ്റ് വാസ് ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ്. ആൻഡ് ഷീ സെഡ് ഐ സ്റ്റിൽ ലുക്കിംഗ് ഫോർ വർക്ക്. ഐ സെഡ് യാ കം ടുമോറോ. And that was like next day if I miss out on mommy I will not get money. I didn't care obviously. ഞാൻ പോയി നാമിനെ ഫസ്റ്റ് ഇന്ററാക്ഷൻ അപ്പൊ അവര് ഫിഷ് ആൻഡ് നെറ്റ്വർക്കിന്റെ ഓഫീസ് അപ്പൊ ഹോട്ടൽ ഹയറ്റിലായിരുന്നു. അവിടെ റെസിഡൻഷ്യൽ സൂട്ട് എടുത്തിട്ട് അവിടെയായിരുന്നു ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ചെറിയ ഓഫീസ് സെറ്റപ്പ് പറ്റില്ലാത്തതാണ്. So she was staying there. I went and first reaction was so I'm meeting her. അന്ന് വിശേഷ് ഫിലിംസിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 5 or 6 months കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഫ്ലാറ്റിലൊരു സംഭവം ഉണ്ടാകുന്നത്. But she actually called me and she said that the only reason I called you is because I saw that ഒരു ജോലിയുടെ എന്തുമാത്രം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊന്നും കയറി ഒരു ട്രെസ്പാസർ പോലെ കയറി വരില്ലല്ലോ. അതുകൊണ്ട് ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് മീ. അങ്ങനെ ജോലി തന്നെയാണ്, അല്ലാണ്ട് എൻ്റെ സി വി കണ്ടിട്ടോ. അവർക്കൊക്കെ എന്തോ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ it was very sweet of her to call me. So I started working with her. She was known to be പുള്ളിക്കാരി ഭയങ്കര ദേഷ്യക്കാരി ആയിട്ടാണ്.
തോന്നിയത്. പുള്ളിക്കാരൻ നല്ല ദേഷ്യം ഉള്ള ഒരു ആളുമാണ്. ബട്ട് ആഫ്റ്റർ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഈസ് വെരി at the end of the day we all are human beings, all emotions are same. അപ്പോൾ she was a very sweet person, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് സഡക് 2 ഇറങ്ങുന്ന സമയം, സഡക് 2ന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഷീ കോൾഡ് മീ ടു വർക്ക്. ഐ കുഡന്റ് ബിക്കോസ് ഐ ഹാഡ് അതർ കമ്മിറ്റ്മെന്റ്. ദാറ്റ് വാസ് വെരി സ്വീറ്റ് ഓഫ് ഹർ ടു റിമെമ്പർ ആൻഡ് കോൾ മീ അഗൈൻ. ഇപ്പം ഈ ഫിലിം സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇപ്പം I had messaged her. She wished her all the best. ഈ പൂജാ ഭട്ടിന്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മളെ ബോംബെ സ്റ്റുഡിയോസിൽ നമുക്ക് പുതിയ ഫിലിം സഞ്ജയ് ബാബു എങ്ങനെയായിരുന്നു ഇൻട്രൊഡക്ഷൻ? But he's also a very nice person. He doesn't come across as a person who's very workaholic. Okay. He comes across as a person who's very chilled out. I mean, Kyrgyzstan to പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. The temperature is -4, -3 അങ്ങനത്തെ cold snowy സ്ഥലങ്ങളിലാണ്. But he would come and, you know, fully scene on the discuss him, and he comes and acts. When you act, I mean, he's very easy to go kind of a person, and he's very foodie. അപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് എന്താണ് ഫുഡ്, എന്താണ് എവിടെന്നോ വരുന്ന ഫുഡ്, അതൊക്കെയാണ് പുള്ളി എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ വേറെ എന്തെങ്കിലും പറഞ്ഞ പോലെ ഫസ്റ്റ് അവിടെ അത് കഴിഞ്ഞിട്ട് ഈ ക്യാബിനെ എന്ന് പറഞ്ഞിട്ട് പൂജ ഭട്ടിനെ ചെയ്യുന്നു. പൂജ ഭട്ട് പ്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ് ഓഫ് നാരായണ യോഗി എന്ന് പറഞ്ഞിട്ട് ആർട്ട് ഫിലിം മേക്കറാണ്. അത് കഴിഞ്ഞിട്ട് ഭൂതായ എന്ന് പറഞ്ഞിട്ടൊരു ടെലിവിഷൻ ഷോ ഉണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ലോട്ട് ഔട്ട് വിഷ എന്ന് പറഞ്ഞിട്ടൊരു TV ഷോ ഉണ്ടായിരുന്നു, അതിൽ ക്രിയേറ്റീവ് ഡയറക്ടർ. അങ്ങനെ I started getting work. ഒരു വർക്കിൽ നിന്നുള്ള വർക്ക് കിട്ടുക, വർക്കിൽ നിന്ന് മാറി ഡെഫിനറ്റ് ബ്രേക്സ് ഉള്ള ബ്രേക്സ് അവൻ ഞാൻ കുറച്ച് തിയേറ്റർ ചെയ്യുമായിരുന്നു. But it was all fun. ഒരു ആക്ടറാണ് കുട്ടിക്കാലത്തുള്ള ആക്ടിങ് ഡിറക്ഷനിലേക്ക് പോയത് എപ്പോഴാണ്? ബിക്കോസ് ചാൻസ് കിട്ടാത്തതാണ് ഈ ആക്ടിങ് ചാൻസ് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച ഡിറക്ഷനിലേക്ക്. അല്ല, എനിക്കിപ്പോഴും ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ആക്ടിങ് ആണ്. ആക്ടിങ് ഫീൽസ് ലൈക്ക് സംതിങ് ദാറ്റ് ഐ ഡു ടു for my soul, പക്ഷെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഡാഡിയുടെ കൂടെ വർക്ക് ചെയ്തും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഡയറക്ടർ ആവാൻ തന്നെയായിരുന്നു ആദ്യപോലെ ആഗ്രഹം. ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഐ വോണ്ട് ബി എ ഡയറക്ടർ. ബട്ട് ആക്ടിങ് എനിക്ക് ഇപ്പോഴും ആരെങ്കിലും കൂടെ വിളിച്ച് ഞാൻ അതെ. അപ്പം നമ്മൾ ബോംബെ നമ്മൾ അവിടെ ചെന്ന് പെടാൻ എസ്റ്റാബ്ലിഷിംഗ് അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് പെട്ടെന്ന് ഋഷി കപൂർ ഫിലിമിന് വേണ്ടിയിട്ട് ബോഡി ജിത്തു സാർ അവിടെ വരികയും നമ്മളെ ഒരു ഹിന്ദി അറിയുന്ന ഒരാൾ അല്ലേ, അറിയുന്ന ആളുകൾക്ക് വേണ്ടി എടുക്കുന്നു സിനിമ. അപ്പം ആ തീരുമാനം പെട്ടെന്ന് ഒരു മലയാളി അങ്ങനെ ഒരു വൺ ടൈം ഓഫറായിട്ടാണ് ബോഡി ഞാൻ അഭിനയം അസിസ്റ്റ് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യാൻ എന്നുള്ള തീരുമാനമായിരുന്നു. ആക്ച്വലി ഞാനവിടെ കുറച്ച് വർക്ക് കിട്ടി തുടങ്ങുമ്പോൾ what I wanted to do if I have no choices, ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തത് ട്രൈ ടു വർക്ക് വിത്ത് എ ഡിഫറെൻറ്റ് ഡയറക്ടർ. കാരണം ഓരോ ഡയറക്ടേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഫ് ദ സെയിം ഡയറക്ടർ കോൾസ് മീ അഗൈൻ, ഈവൻ ഇഫ് ഹി കോൾസ് മീ, ഇഫ് ഐ ഹാവ് അനദർ ഓപ്പർച്യൂണിറ്റി ഐ റാദർ നോട്ട് ഡു. അങ്ങനെ ആ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നെന്ന് വെച്ചാൽ ബാക്കി സിനിമകളിൽ നിന്നും ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് വാസ്. ഇവിടെ ജീതു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദ ഹോൾ ക്രൂ ഇസ് ലൈക്ക് എ ഫാമിലി. സാറിൻ്റെ എല്ലാ സിനിമകളിലും സെയിം ക്രൂ ആണ്, DOP മുതൽ എഡിറ്റർ മുതൽ. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഫാമിലി, ഇറ്റ്സ് നോട്ട് എ വൺ ഫിലിം അഫെയർ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ലീവ് ദാറ്റ് ഫാമിലി ബിഹൈൻഡ്. സോ ഐ ഓൾവേസ് വാണ്ടഡ് ടു കം ബാക്ക് ആൻഡ് വർക്ക് വിത്ത്. ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഇത് ഞാൻ ബോഡിയിൽ വർക്ക് ചെയ്യാം. അതെ, ആക്ച്വലി ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുമായിരുന്നു. ഞാൻ ഏതോ ഒരു സൂമിലാണ്, ഏതോ ഒരു ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ ടിക്കർ താഴെ പോയില്ലേ, അപ്പൊ ജീതു ജോസഫ് ഡയറക്ടിങ് ഹിന്ദി ഫിലിം വിത്ത് ഇമ്രാൻ ഹാഷ്മി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടു. അപ്പൊ തന്നെ ഞാൻ എവിടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് സാറിന് മെസ്സേജ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി സാർ മെസ്സേജ് മീ ബാക്ക്, കോൾ മീ എന്ന് പറഞ്ഞിട്ട്. സോ ഐ ഇമ്മീഡിയറ്റ്ലി കോൾഡ് ഹിം. So I called him and he said, ഞാൻ അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു, ഞാനിങ്ങനെ വർക്ക് ചെയ്യുവാണ്. സാർ പറഞ്ഞു ബോംബെയിലാണ്, അത് ബോംബെയിൽ സെറ്റിൽഡാണ് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ഹിന്ദി പടം ഇങ്ങനെ പ്ലാനിങ്ങിലുണ്ട്. ഐ വാസ് ലുക്കിംഗ് ഫോർ സംബഡി മലയാളം അറിയാവുന്ന, ഹിന്ദി അറിയാവുന്ന അങ്ങനെ ഒരാളെ കിട്ടിയാൽ നല്ലതായിരുന്നു.
ഞാൻ നാളെ ബോംബെയിലോട്ട് വരുന്നുണ്ട്, നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് കാണാം. നെക്സ്റ്റ് ഡേ ഐ മീറ്റ് ഹിം, യു നോ. സോ ഇറ്റ് വാസ് ഓൾ മാജിക്കൽ, ഇറ്റ് വാസ് ഡെസ്റ്റിൻഡ് ഐ തിങ്ക്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എങ്കിലും അത് ഞാൻ കൈ കൊടുക്കാം, ജിത്തു സാറിന് കൈ കൊടുക്കാം എന്നൊരു ബോംബെ എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് ഒരു വൺ ടൈം വണ്ടറാണോ അതോ അല്ല, ജിത്തു സാറിന്റെ കൈ കൊടുക്കാന്ന്, സാർ ഇങ്ങോട്ട് കൈ തന്നാൽ വലിയൊരു അനുഗ്രഹം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സാറിനെ കാണാൻ പോകുന്നത്. രസകരമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ, ബോംബെ റെമ്യൂണറേഷൻ ഒക്കെ അവിടെ ഭയങ്കര ഹൈ ആണ്. കൊച്ചു കേരളത്തില് അത് റെമ്യൂണറേഷൻ ഭയങ്കര ഡിഫറൻസ് ആണ്, ഹ്യൂജ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് റെമ്യൂണറേഷൻ. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറിന് നമുക്ക് മന്ത്ലി പേയ്മെന്റ് ആണ്. ഇവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറിന്റെ അസിസ്റ്റൻസ് എല്ലാവർക്കും പ്രോജക്റ്റിന്റെ ആയിരിക്കും പേയ്മെന്റ്. അപ്പോൾ ഒരു 6 മാസത്തിൽ പ്രോജക്റ്റ് നടന്നാലും എക്സ് എമൗണ്ട് ആയിരിക്കും കിട്ടുക, 8 മാസത്തിൽ നടന്നാലും അതേ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ പ്രോജക്റ്റ് നീണ്ടുപോയാലും ബുദ്ധിമുട്ടാണ് ഇവിടെ. അവിടെ പ്രോജക്റ്റ് നീണ്ടുപോയാൽ യു ഗെറ്റിംഗ് ഒരു മന്ത്ലി സാലറി. സോ ആൻഡ് ദ സാലറി എമൗണ്ട് ഇസ് ഓൾസോ ഹ്യൂജ്ലി ഡിഫറെൻറ്റ്. കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവിടെ എക്സ്പെൻസീവ്, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി ആണല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. സോ വെൻ ഐ ഡിസൈഡഡ് ടു കം ആൻഡ് ജോയിൻ, അത് ഇത് ബോഡി കഴിഞ്ഞിട്ട് ഞാൻ വേറെ പടങ്ങളുമായിട്ട് സാർ, അപ്പോൾ ഐ വാസ് ഇൻ ടച്ച് വിത്ത് ജീത്തു സർ. അപ്പോൾ സാറിൻ്റെ ലാൽ സാറിന് വെച്ചിട്ട് ഒരു പടം വരുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതെനിക്ക് സാറിനോട് ചോദിക്കണം, അപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ സാറിനോട് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ സാറ് ബോംബെയിൽ വേറെ മീറ്റിംഗിന് വേണ്ടി വരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞ് സാർ ഞാനിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അത് പോലും നോക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 2019 മലയാളത്തിൽ ഒരു പടം ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ വരുന്നത്. അപ്പോൾ അതും ലാൽ സാറിൻ്റെ കൂടെ, ലാൽ സാർ ജീത്തു സാർ കോമ്പിനേഷനിൽ വലിയ പടമാണ്, ഒത്തിരി കൺട്രീസ് ഷൂട്ടൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഇവിടെ എനിക്കൊന്ന് കേരള ഷെഡ്യൂൾ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ഡൽഹി ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇത് റാമായിരുന്നു. ഫസ്റ്റ് ഞാൻ വരുന്ന റാമിന് വേഷം. അതെ, റാം കഴിഞ്ഞു. റാമിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ UK പോകാൻ വേണ്ടി വീസ അപ്ലൈ ചെയ്തു. വീസ വന്ന് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ കൊറോണ വരുന്നത്. അപ്പോൾ പ്ലാനൊക്കെ ആയി. പിന്നെ സാറ് ദൃശ്യം 2 പരിപാടികളായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു പോകണ്ടെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ